ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC വിദ്യാർത്ഥികൾ ഇപ്പോൾ കുറച്ചും കൂടിയും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ടൈമായിരിക്കും. കാരണം പരീക്ഷകൾക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. കാരണം മാത്സ് പരീക്ഷയാണ്, A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. അങ്ങനെ A+ നഷ്ടപ്പെടുമോ, എൻ്റെ ഫുൾ A+ നഷ്ടപ്പെടുമോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും തളരരുത്, കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുക. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേമും റിമൈൻഡറും ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. എന്താണ് മക്കളെ, ഒന്ന് ഉറക്കെ വായിച്ച് നിങ്ങൾ, യെസ്, ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നിട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ചേ. ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4n+1. എന്താണ് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം 4n+1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ XN ആണ് അല്ലേ. XN എന്ന് പറയുന്നത് 4n+1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ടീച്ചറുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ കോമൺ ഡിഫറൻസ് അതുപോലെ ഓൾജിബ്രായിക് ഫോമിൻ്റെ ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നത്? XN = DN + F-D. ഇതാണല്ലോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇക്വേഷൻ. ശരി, ഇതാണ് ഓൾജിബ്രായിക് ഫോമിൻ്റെ ഇക്വേഷൻ, XN = DN + F-D. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങളുടെ ഉണ്ടക്കണ്ണൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഓക്കെ, നിങ്ങളുടെ ഉണ്ടക്കണ്ണ് വെച്ച് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം XN തന്നെയാണ് എന്ത്, XN. ഇവിടെ 4n DN, അതായത് DN എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, N എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേരിയബിൾ ടേം ആണ്. ഓക്കെ, അപ്പോൾ ഡിയുടെ സ്ഥാനത്ത്, അതായത് കോമൺ ഡിഫറൻസിൻ്റെ സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ ഏത് ടേമാണ് വന്നിരിക്കുന്നത്? 4 എന്ന നമ്പർ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യെസ്, 4 ആണ് കേട്ടോ. കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ ആ ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിൽ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനൊന്നുമില്ലടാ. ഈ പറഞ്ഞ ഓൾജിബ്രയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുകയാണ്. ഓക്കെ, പുട്ട് n = 1. n എന്ന സ്ഥാനത്ത് 1 വെച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ XNൻ്റെ പകരം ഇനി നമ്മൾ x1 എന്ന് എഴുതുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണേ. ഓക്കെ, 4 × n പകരം 1 + 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 4 + 1, അതായത് 5. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഫസ്റ്റ് ടേം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ടേം എത്ര കിട്ടിയത്? 5 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. റെഡി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒന്ന് വായിച്ച്, നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4? ഓരോ ടേമും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിമൈൻഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ ഒരു സീക്വൻസ് നിങ്ങൾ ആദ്യം എഴുതി നോക്കണം. ഓക്കെ, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആദ്യം എഴുതി നോക്കണം. അപ്പോൾ x1 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് നമുക്ക് കിട്ടിയത്? x1 നമുക്ക് കിട്ടി 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത കോമൺ ഡിഫറൻസ് നിങ്ങൾ 4 വെച്ച് കൂട്ടി എഴുതിയാൽ നിങ്ങൾക്ക് ആ സീക്വൻസ് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ നിങ്ങൾക്ക് 9 എന്ന് കിട്ടും. ഇനി വീണ്ടും 4 കൂട്ടിയാൽ 13, വീണ്ടും 4 കൂട്ടിയാൽ 17, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ സീക്വൻസ് കിട്ടും. അപ്പോൾ ഈ സീക്വൻസിലെ ഓരോ ടേമിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിമൈൻഡർ കിട്ടുക? 4 കൊണ്ട് ഹരിച്ചാൽ എന്താണ് ശിഷ്ടം വരിക എന്നതാണ് ചോദ്യം. ഓക്കെ, എന്താണ് റിമൈൻഡർ കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 5 നമ്മൾ എടുത്താൽ ഈ 5 4 കൊണ്ട് നിങ്ങൾ സൈഡിലൊന്ന് ഹരിച്ച് നോക്കുക. ഓക്കെ, 5 4 കൊണ്ട് ഹരിച്ചാൽ 5 എത്ര തവണ പോവും? 4 ഒരു തവണയല്ലേ പോവുള്ളൂ. അപ്പോൾ ഒരു 4, റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. അപ്പോൾ ഇതിലേത് ടേം എടുത്താൽ, ഇനി രണ്ടാമത്തെ ടേമായ 9 4 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്കറിയാം എത്ര തന്നെയേ വരുള്ളൂ? റിമൈൻഡർ 1 തന്നെയേ വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. റിമൈൻഡർ എത്ര തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ റിമൈൻഡർ വി ആർ ഒബ്റ്റെയിനിങ് ഈസ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം. ഓക്കെ, ഇവിടെ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കൃത്യമായിട്ട് കിട്ടും.
ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം ലാസ്റ്റ്. ഹെൻസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. റെഡിയാണല്ലോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 7, 10, 13 എക്സെട്ര. സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. 7, 10, 13 എക്സെട്ര. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പെട്ടെന്ന് ചെയ്ത് നോക്കൂ. കോമൺ ഡിഫറൻസ് ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് ആദ്യം 7, പിന്നെ 10, 13. പൊതുവ്യത്യാസം എത്രയാണ്? എത്ര നമ്മൾ കൂട്ടി പോയിരിക്കുന്നത്? 3 അല്ലേ? 3 കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നിങ്ങൾ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യണേ. 10 - 7 എത്ര കിട്ടും? 3 പൊതുവ്യത്യാസം കിട്ടുന്ന. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഈസ് 90 എ ടേം ഓഫ് ദി സീക്വൻസ് വൈ? 90 എന്നത് ഈ സീക്വൻസിലെ ഒരു പദമാണോ? അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളൊരു ഐഡിയ കൃത്യമായിട്ട് അറിയണം, ഈ ചോദ്യം ചെയ്യാൻ അറിയണം. അതായത് ഈ ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഏതാണ് ഈ സീക്വൻസ്? 7, 10, 13 അങ്ങനെ പോകുന്ന സീക്വൻസിൽ നിങ്ങൾ ഓൾറെഡി ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഡിഫറൻസ് 3ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിലെ ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം എടുക്കുക, ഈ ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് ഈ പദത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് നോക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 7 എടുക്കുകയാണ്. ഓക്കെ, ഈ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഇവിടെ 7 കൃത്യമായിട്ട് പോവില്ല. ഓക്കെ, പൂർണ്ണമായിട്ട് പോവില്ല, 2 തവണയേ പോവുള്ളൂ. ഓക്കെ, 2 തവണ പോകുമ്പോൾ ശിഷ്ടം എത്ര വരും? 1 വരില്ലേ? ഓക്കെ, റിമൈൻഡർ 1 വരും. ഓക്കെ, അപ്പോൾ ഏത് സംഖ്യ ചെയ്താലും, ഈ സീക്വൻസിലെ ഏത് സംഖ്യ ചെയ്താലും, ഏത് സംഖ്യ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എന്ത് വരണം? റിമൈൻഡർ എത്ര വരണം? 1 വരണം. ഓക്കെ, അതാണ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ 90 അഥവാ 90 എന്നത് ഇതിലെ സീക്വൻസ് ആണോ? ഈ ഒരു ടേം ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 90നെ നിങ്ങൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം? ഈ പറഞ്ഞ 90നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 3 3s are 9, ബാക്കി 0 മേലെ പോയി 30 എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശിഷ്ടം അഥവാ റിമൈൻഡർ വരുന്നത് 0 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ 0 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഇത് എന്തല്ല? ഈ ഒരു ശ്രേണിയിലെ പദമല്ല, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിലെ ടേം അല്ല എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ 90 ഈസ് നോട്ട് എ ടേം, ഇതിലെ സീക്വൻസിലെ ഈ ടേം അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ബിക്കോസ്, അതിന് കാരണമാണ് നിങ്ങൾ എഴുതി വെക്കണേ, ആൻസർ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. ബിക്കോസ് ദ റിമൈൻഡർ ഈസ് 0. റിമൈൻഡർ ഈസ് 0. റിമൈൻഡർ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ സീക്വൻസിലെ ടേം അല്ല എന്ന് കൃത്യമായിട്ട് പറയാം. ഈ സീക്വൻസിലെ ടേം ആവണമെങ്കിൽ റിമൈൻഡർ എത്ര വരണമായിരുന്നു? 1 വരണമായിരുന്നു. പക്ഷെ നമുക്ക് ഈ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടിയത്? 0. അപ്പോൾ അതുകൊണ്ട് ഈ 90 എന്ന ടേം എന്തല്ല? ഈ സീക്വൻസിലെ ഒരു പദമല്ല, ടേം അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ 90ക്ക് പകരം അവർ മറ്റൊരു വാല്യൂ തന്നിട്ട് ചോദിക്കാം. ഓക്കെ, 120 ഇതിൽ ടേം ആണോ? 115 ഇതിൽ ടേം ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഈ തന്നിട്ടുള്ള സീക്വൻസിൽ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡറും ഈ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ആ ഒരു ടേമും കോമൺ ഡിഫറൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ, എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, റിമൈൻഡർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ അത് ടേം ആയിരിക്കും. ഓക്കെ, റിമൈൻഡർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ, ശിഷ്ടം ശരിയായിട്ട് വരികയാണെങ്കിൽ അത് ടേം ആയിരിക്കും. ശിഷ്ടം സെയിം അല്ലെങ്കിൽ, റിമൈൻഡർ സെയിം അല്ലെങ്കിൽ അവിടെ എന്തല്ല? ഈ ഒരു ടേം അല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയുന്നവരുണ്ടാവും, അത് നിങ്ങൾ തെറ്റിക്കാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റാണ്, പക്ഷേ അടുത്ത വീഡിയോയിലാണെന്ന് മാത്രം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്ക് ക്ലിയർ അല്ലാത്തത്, ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഡൗട്ട് ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.